എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന് ചന്തുമോളെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് വരുവാണ്. ഇത് പുറത്ത് നിന്ന് ജലജ കാണുന്നുണ്ട്. ആദർശിന് അത്ര ഇഷ്ടമൊന്നുമില്ല എങ്കിലും മോളെയും കൊണ്ട് വന്നിട്ട് നയന് പറയുന്നുണ്ട്, മോളിലെ കിടപ്പുമുറിയൊക്കെ മാറി ഇനി തൊട്ട് മോള് നമ്മുടെ കൂടെ ഈ റൂമിലാണ് കിടക്കാൻ പോകുന്നത്. അതിനുള്ള അനുവാദമൊക്കെ ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അവരൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഞാനിത് തീരുമാനം എടുത്തത് തന്നെയാണ് എന്ന് പറയും. എന്നിട്ട് ഞാൻ ഡോറ് ലോക്ക് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ഡോറ് ലോക്ക് ചെയ്യുവാണ്. അന്നേരം ഇതെല്ലാം പുറത്ത് നിന്ന് ജലജ കാണുന്നുണ്ടായിരുന്നേ. എന്നിട്ട് നയന പറയുവാണ്, മോളെ നമുക്ക് നടുക്ക് കിടത്താമെന്ന്. അന്നേരം ആദർശ് ചോദിക്കും, എന്തിനാ നടുക്ക് കിടത്തുന്നത്, അരികെ കിടത്തിയാൽ പോരെ ചോദിക്കുമ്പോൾ, അയ്യോ അരികെ കിടത്തിയാൽ മോള് താഴെ വീണാലോ എന്ന് ചോദിക്കുവാണ് നയന. അന്നേരം ആദർശ് പറയുന്നുണ്ട്, താഴെ വീഴാതിരിക്കാൻ ഒരു പില്ലോ വെച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അതിനിപ്പോൾ നടുക്ക് കിടത്തിയെന്ന് ഓർത്തപ്പോൾ ആദർശന് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടീനെ നടുക്ക് തന്നെ കിടത്തുന്നു. എന്നിട്ട് നയനെ കെട്ടിപ്പിടിച്ച് മോളെ കിടക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോള് ഈ ഗൗരവമൊന്നും കണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട, മോളുടെ അച്ഛനല്ലേ, ഈ ഗൗരവമൊക്കെ നമുക്ക് പയ്യെ പയ്യെ മാറ്റിയെടുക്കാം. നയനാമ്മ ഇങ്ങോട്ട് വന്ന സമയത്ത് നയനാമ്മ താഴെയും അച്ഛൻ മുകളിലുമായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ പുഷ്പം പോലെ മാറ്റിയ ആളാണ് ഈ നയനാമ്മ. അതുകൊണ്ട് ഈ ഗൗരവമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് ഈ അച്ഛനും മുത്തശ്ശിയും ഒക്കെ മോളോട് മിണ്ടും, അതിനുള്ള വഴിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് മോളോട് കഥയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണ് നയന. ഇതൊന്നും ആദർശിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ഫോം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സംഘടന ഉണ്ടായിരുന്നു, WCC. അപ്പം അതിൻ്റെ പ്രസിഡൻ്റ് ആകാൻ വേണ്ടി ദേവയാനി വിളിച്ചു. ദേവയാനി പറയുന്നുണ്ട്, പ്രസിഡൻ്റ് ആകാനൊന്നുമില്ല, ഞാൻ അതിലൊരു അംഗം ആയിക്കോളാം, എന്ന് വിളിച്ചാലും വന്നോളാം, അല്ലാതെ ചുമതലകളൊന്നും ഏൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. അന്നേരം ഈ കാര്യം ദേവയാനി പറയുമ്പോൾ, അവരൊക്കെ അറിഞ്ഞു ഇവിടെ ഒരു കുഞ്ഞ് വന്ന കാര്യം, ഇനിയിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ച എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അറിഞ്ഞിട്ടില്ല എന്ന്. അന്നേരം ജലജ പറയും, അതെ ഇവിടെ വന്ന് കയറിയവൾ ഇത്രയും ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ ഏട്ടത്തിയുടെ മരുമകൾ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നയന ആ കുട്ടീനെ മകളായി കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ ആദർശിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അവരോട് പോയി പറയാമെന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഈ പെൺകൊച്ചിൻ്റെ കുടുംബക്കാരൊക്കെ ക്രിമിനൽസ് ആണോ എന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ആ കുട്ടിയുടെ മുഖത്ത് കുറച്ച് നിഷ്കളങ്കതയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, എങ്കിൽ ഏട്ടത്തിക്ക് അങ്ങ് സ്നേഹിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം ദേവേനി പറയും, ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നതാണല്ലോ, ആദർശിൻ്റെ കുട്ടിയാണ് എന്നറിഞ്ഞപ്പോഴല്ലേ ഞാൻ ആ സ്വഭാവമൊക്കെ മാറ്റിയത് എന്ന് പറയും. അന്നേരം ജലജ പറയുക, ഓഹോ, ഒരു 5-6 വർഷം മുമ്പ് അവൻ എന്നും ഈ വീട്ടിൽ താമസിച്ചാണ് വന്നുകൊണ്ടിരുന്നത്, ആ സമയത്തായിരിക്കും ഈ കുട്ടിയുടെ അമ്മയുമായിട്ട് പ്രേമത്തിലായത് എന്നൊക്കെ പറയുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ആ 5-6 വർഷം മുമ്പാണ് അച്ഛൻ അവനെ കമ്പനികളെല്ലാം ഏൽപ്പിച്ചത്. ആ സമയത്ത് അച്ഛൻ നടത്തുന്നതിനേക്കാൾ നന്നായിട്ട് കമ്പനി നടത്തണം എന്ന് അവന് വാശിയുണ്ടായിരുന്നു. അവൻ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു, അതിൻ്റെ റിസൾട്ടും കിട്ടിയതാണല്ലോ. അതുകൊണ്ട് ആ സമയത്ത് അവളെ പ്രേമിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നുള്ള രീതിയിലൊന്നും നീ സംസാരിക്കണ്ട എന്ന് പറയും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഏത് സമയത്താണ് ഈ സംഭവമൊക്കെ നടന്നത്, ഏട്ടത്തി പറ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അതൊന്നും നീ എന്നോടല്ല ചോദിക്കേണ്ടത്, അവനോടാ, നീ അവനോട് പോയി ചോദിച്ചാൽ മതി, ഇതൊന്നും എനിക്ക് അറിയണ്ട, എന്നോട് സംസാരിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോകുമ്പം ജലജയ്ക്ക് അതങ്ങ് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജലജ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ മോനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ പണ്ടേ ഇവിടുന്ന് അടിച്ച് പുറത്ത് കളഞ്ഞേനെ, ഇതിപ്പം ഇവിടുത്തെ കൊച്ചുമോനല്ലേ ചെയ്തത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അവന് MD സ്ഥാനത്തിന് ഒരു മാറ്റവും ഇല്ലാണ്ട് അവിടെ തന്നെ ഉറച്ചിരിപ്പുണ്ട്, ഒരു പ്രശ്നവുമില്ലല്ലോ ഇവിടെയുള്ളവർക്കൊന്നും എന്നൊക്കെ പറഞ്ഞ് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ കുത്തി പറയുന്നുണ്ട് ജലജ. പിന്നീട് അഭിയാണ് കാണിക്കുന്നത്. അഭി ആ ഗുണ്ടകളോട് പറയുവാണ്, ആ പെങ്കൊച്ചിനെ ചന്തുവിനെ ഇപ്പം വീട്ടിലുള്ള പലർക്കും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ആദർശിൻ്റെ ഭാര്യ നയനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോവാണ്. ഞാൻ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറേ പൈസ തട്ടാമെന്ന് ഓർത്താണ് ആ പെണ്ണുമ്പിള്ളിയാണ് ഇതെല്ലാം പുറത്താക്കിയത്. അവരെ എനിക്ക് മനസ്സിലാകുന്നില്ല, സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ടും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമായത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയും കേട്ടോ. അന്നേരം അവർ പറയുന്നുണ്ട്, ഏതായാലും സാർ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്, ഇനിയിപ്പോൾ ഒരുപാട് ബ്ലാക്ക് മെയിലിങ്ങിനൊന്നിനും പോകണ്ട, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാകില്ലെന്ന് വെക്കുമ്പം അഭി പറയുന്നുണ്ട്, ഒരു ചെറിയ DNA ടെസ്റ്റ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തെളിയേണ്ടതാണ്, പക്ഷേ അങ്ങനെ ഒരു ടെസ്റ്റിന് പോകാനുള്ള നീക്കമൊന്നും വീട്ടിൽ നടക്കുന്നില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, എങ്കിലും അങ്ങനെ പോകുന്നതിനെ പറ്റി ആരും സംസാരിച്ച് കേട്ടിട്ടുമില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോളും. ഇനിയിപ്പം ആരെങ്കിലും പറഞ്ഞ് DNA ടെസ്റ്റ് നടത്തി ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ്
പോക്കാണ്. അവർ അനന്തപുരിയിൽ നിന്ന് എന്നെ അടിച്ചു പുറത്താക്കും. അതുപോലെ എൻ്റെ അമ്മയും ചിലപ്പോൾ ഇറക്കി വിട്ടെന്ന് വരും. എന്നിട്ട് എൻ്റെ മകളെന്ന് പറയുന്ന ആ ചന്തുമോളെ അവിടെ അവർ വാഴിക്കുകയും ചെയ്യും. അതാണ് വലിയൊരു പ്രശ്നം. അവിടെ ഒരു കാരണവരുണ്ട്, അങ്ങേര് ഇതെല്ലാം ചെയ്യും. ഇപ്പോഴും എന്നെ ആരോഗ്യമാണെന്നറിയാമോ, ഒരു അസുഖം വന്നിട്ടും ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും കൈനീർത്തി ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എഴുന്നേക്കില്ല. അങ്ങേര് ആ കുടുംബത്തിലുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ അഭി പറയും കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഏതായാലും അവരെല്ലാവരും പൊക്കി വെച്ചുകൊണ്ടിരുന്ന ആദർശിൻ്റെ മേൽ ഇതുപോലൊരു ചെളി വാരി എറിയാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ്. അത് അവനെ ഇത്ര നാളും വിശ്വസിച്ചുകൊണ്ടിരുന്ന പലരും അവിശ്വസിച്ചു തുടങ്ങി, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ അഭിക്ക്. പിന്നെ കാണിക്കുന്നത് നയന മോളെയും കൂടി നൂലുകെട്ടിന് പോകാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പെങ്കൊച്ചിനെ അങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഇതാരാണ് എന്നുള്ളതിൻ്റെ മറുപടി പറയേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ, എന്നാണേലും എൻ്റെ അച്ഛനും അമ്മയും അറിയേണ്ടതല്ലേ, പിന്നെ എന്താണ് എന്ന് ചോദിക്കും. അന്നേരം ഇത് കേട്ടോണ്ടാണ് മുത്തശ്ശി അങ്ങോട്ട് തന്നെ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു തർക്കം എന്നാ. അന്നേരം ഈ കാര്യം ജലജ പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നയനയോട്, എന്നായാലും മോളുടെ അച്ഛനും അമ്മയും ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയൊരു നല്ല ദിവസം ഇങ്ങനെയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മോളുടെ അച്ഛന് എന്തൊക്കെയോ അസുഖങ്ങളുള്ളതല്ലേ, നമ്മളായിട്ട് എന്തിനാ അങ്ങനെ ഒരു ടെൻഷൻ കൊടുക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക. അന്നേരം ജലജ പറയുന്നുണ്ട്, സ്വന്തം അച്ഛൻ മരിച്ചാലും വേണ്ടില്ല, വലിഞ്ഞു കയറി വന്ന് ഇവള് സന്തോഷിച്ചാൽ മതി എന്നാണല്ലോ ഇവളുടെയൊക്കെ ആഗ്രഹം, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതുപോലൊരു വൃത്തിയായിട്ട നാക്കുള്ളൊരു സാധനത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, നീ എന്തിനു ഞാൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഞാൻ എന്ത് വാതുറന്ന് പറഞ്ഞാലും അത് അനാവശ്യമാണ്, അത് ചീത്ത കാര്യമാണ്. ഇവിടെ സ്വന്തം കൊച്ചുമോൻ ഇത്രയും വലിയൊരു നല്ല കാര്യം ചെയ്തു വെച്ചിട്ട് ആർക്കും ഒരു പരാതിയില്ലല്ലോ, ഇപ്പോഴും MD സ്ഥാനത്ത് തന്നെ അവൻ ഇരിക്കുമല്ലേ, എന്തെങ്കിലും മാറ്റമുണ്ടോ? എൻ്റെ മകൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവനെ തരം താഴ്ത്തി, എന്നിട്ട് ഇപ്പം അവൻ എന്തൊക്കെയോ ഉയർച്ച, എന്തൊക്കെയോ പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു, അതും കൊടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പരിഭവം പറയുവാണ് ജലജ. അന്നേരം നയന പറയുന്നുണ്ട്, മുത്തശ്ശന് ഓരോരുത്തർക്കും എന്തൊക്കെ കൊടുക്കണമെന്ന് നല്ല ബോധ്യമുണ്ട്, അതനുസരിച്ച് മുത്തശ്ശൻ ചെയ്തോളൂന്ന്. അന്നേരം ജലജ പറയും, ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇപ്പം കൊച്ചുമോനെ മാത്രമല്ല കൊച്ചുമോൻ്റെ കൊച്ച് എന്ന് പറഞ്ഞ് കയറി വന്ന് ഇതിനെ ഇതുപോലെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ് ജലജ. ജലജ അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഞാൻ നോക്കിക്കോളാം, ഞാനും അച്ഛനും വരുന്നില്ല നൂലുകെട്ടിന്, ആ സമയത്ത് മോള് പോയിട്ട് വന്നേടം വരെ കൊച്ച് ഞങ്ങളുടെ കൂടെ ഇരുന്നോളും എന്ന് പറയുവാണ്. എന്നിട്ട് മോളോട് പറയും, ഇവരെല്ലാവരും പോയി കഴിയുമ്പോൾ മോൾക്ക് കഥ പറഞ്ഞു തരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. പിന്നീട് ദേവേനയുടെ അടുത്തോട്ട് ചെല്ലുവാണ് നയന. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും, മോള് വരുന്നില്ല ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, അത് നല്ല കാര്യമാണ്, അവിടെ ചെന്നിട്ട് ഇനി ഓരോരുത്തരുടെയും ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ എന്ന് പറയുക. അന്നേരം നയന പറയും, എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. എന്നിട്ട് പറയുവാണ്, അമ്മയ്ക്ക് ചന്തുമോളെ ഒന്ന് സ്നേഹിച്ചൂടെ, അതൊരു പാവം കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട്, എനിക്കൊരിക്കലും അതിന് സാധിക്കത്തില്ല, എൻ്റെ മകൻ അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തത്, എന്നിട്ട് നിനക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ തെറ്റിൻ്റെ കൂടെ സൈഡ് നിൽക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഈ സമയത്ത് ആദർശേൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ആദർശേട്ടൻ തകർന്നു പോകും, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതുപോലൊരു പെൺകുട്ടിയിൽ അവനൊരു മകളുണ്ട് എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവരെ രണ്ടുപേരെയും ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നേനെ, ഈ കുടുംബത്തിലൊരു അംഗമാക്കിയേനെ, വേറൊരു വിവാഹത്തിന് അവനെ നിർബന്ധിക്കുകയില്ലായിരുന്നു, ഇതൊന്നും അവൻ എന്നോട് പറഞ്ഞില്ല, എന്നിട്ട് ഇതുപോലൊരു ചതി ചെയ്തു വെച്ചു, ഇതിപ്പം മോളെയും ചതിച്ചതുപോലെ തന്നെയായില്ലേ, അതുകൊണ്ട് എനിക്കിത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം നയന പറയും, എനിക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാനല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രശ്നമാക്കേണ്ടത്, ഇത് ഞാൻ സഹിക്കുന്നില്ല, എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കുമ്പം മോൾക്കത് പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റില്ല, ഞാൻ ചിലപ്പം ചന്തുമോളെ സ്നേഹിച്ചെന്നിരിക്കും, എങ്കിലും എൻ്റെ മകനെ എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ദേവയാനി പറയുന്നത്. പിന്നീട് കനകയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട്, അവിടെ എല്ലാ അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യണമല്ലോ, നൂലുകെട്ടല്ലേ, അതിന് അവർ രണ്ടുപേരും തന്നെയുള്ളൂ. അപ്പം നയന തലേദിവസമേ വരുമെന്ന് പറഞ്ഞു, വന്നില്ല, ഇന്ന് രാവിലെയെങ്കിലും നയനെ ആദർശോടെ നേരത്തെ വരുമായിരിക്കും എന്നൊക്കെ പറയുക കേട്ടോ അവർ. പിന്നെ നന്ദു ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട്, നന്ദു ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്, കുട്ടികൾ ആരും അടുത്തില്ലാത്തതിൻ്റെ സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് അഭിയും ജലജയാണ് കാണിക്കുന്നത്. ജലജ അഭിയോട് വന്ന് പറയുവാണ്, എടാ ഇന്ന് പോകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നവ്യയുടെ വീട്ടിൽ പറയണം, അവരോട് ഈ കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, വേണ്ട അമ്മ ഇന്ന് പറയണ്ട, നമുക്ക് വേറൊരു ദിവസം പറഞ്ഞാൽ മതി, നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ അവളും കുടുംബം ഇങ്ങോട്ട് വരുമല്ലോ, അന്നേരം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മതി, അന്നേരം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പം ജലജ പറയുവാണ്, എനിക്കത് പറയാഞ്ഞിട്ട് ഭയങ്കര വിഷമം, പറഞ്ഞു കഴിയുമ്പം കനകയുടെ കരച്ചിൽ കാണണമല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പം
അഭി പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലൊരു ബോംബുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും പൊട്ടിക്കരുത്. ശരിക്കും ഞാൻ ഈ കാര്യം മനസ്സിൽ വെച്ച് ആദർശേൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ അടിച്ചു മാറ്റിയതാണ്. അന്നേരമാണ് ആ നയന വന്ന് ഇതെല്ലാം പൊളിച്ചത്. അതോടുകൂടി ആ സംഭവം അങ്ങ് തീർന്നു. അതുകൊണ്ട് അമ്മ ഇതിപ്പോഴൊന്നും പൊളിക്കരുത്. ഇതിങ്ങനെ മനസ്സിൽ വെച്ചേക്കണം. ആവശ്യം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി. അതൊരു സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതും നേരാണ് എന്ന് ജലജ പറയുന്നുണ്ട്. എന്നിട്ട് അഭി പറയുവാണ്, നവ്യയുടെ മനസ്സിൽ ഇപ്പം ആദർശേട്ടനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. പണ്ട് ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് നടന്നതാണ് അവൾ. ഇപ്പം ആ രീതിയൊക്കെ മാറി. ഇപ്പം ആ സ്ഥാനത്ത് അവളുടെ മനസ്സിൽ ഈ ആദർശേട്ടനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അഭി അങ്ങ് പോകുമ്പം ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.